ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്ലീ കണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ കണ്ടൻസ് ഒക്കെ ഹെൽപ്ഫുള്ളായെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് തരിക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി പ്ലാനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ധാരാളം പേര് നമ്മൾ DM അയച്ച് ചോദിക്കാറുണ്ട്, സാർ എങ്ങനെയാണ് ഇത് പഠിക്കുക, എവിടെ നിന്നാണെന്ന് തുടങ്ങുക, പിന്നെ അതുപോലെ തന്നെ എങ്ങനെ ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് തരുമോ, എങ്ങനെ ഒരു സ്റ്റഡി പ്ലാനൊക്കെ തരുമോ എന്നുള്ള കാര്യം ഇവിടെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ്. അപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ നിങ്ങൾ കുറച്ച് വീഡിയോസ് നിർബന്ധമായിട്ട് കണ്ടിരിക്കണം. നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ക്ലീ 2025 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ വർഷത്തെ ക്ലീ ആയി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഞാൻ മെയിനായിട്ട് കുറച്ച് വീഡിയോസ് നിങ്ങൾ നിർബന്ധമായിട്ട് കണ്ടിരിക്കണം. ഒന്ന്, നമ്മളൊരു ഡെയിലി ആക്ടിവിറ്റി ഹൗ ടു സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ഡെയിലി ആക്ടിവിറ്റി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടുവന്ന് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് സിലബസ് വീഡിയോസ് ചെയ്തിട്ട് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഡീറ്റെയിൽഡ് സിലബസ് എവിടെ നിന്നൊക്കെ നോക്കണം കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് സിലബസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാം. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ നിങ്ങൾ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റഡി പ്ലാൻ ആണ്. എങ്ങനെ പഠിക്കണം, ഒരു ടൈം ടേബിളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തരാം. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പലർക്കും പല രീതിയിലാണ് പഠിക്കുന്നത് ഇല്ലേ. ഇപ്പം ഞാൻ പഠിക്കുന്ന ഒരു രീതിയും ഞാൻ പഠിക്കേണ്ട സംബന്ധിച്ചുള്ള കാര്യങ്ങളല്ല നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ കൂടുതൽ രാത്രിയാണ് ഇരുന്ന് പഠിക്കാറ്. ഇപ്പം ചിലവർക്ക് രാത്രി നിന്ന് അധികം പഠിക്കാൻ പറ്റില്ല, രാവിലെയാണ് ഇരുന്ന് പഠിക്കാറ്, അല്ലെങ്കിൽ ചിലർ പകലിരുന്ന് പഠിക്കാറ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ തരുന്ന പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കംഫോർട്ടബിളായ രീതിയിൽ ഇംപ്രവൈസ് ചെയ്തെടുക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ഷെഡ്യൂളാണ്. ഇപ്പോൾ എൻ്റെ ഡെയിലി ലൈഫ് ഷെഡ്യൂൾ പോലെയല്ല നിങ്ങളുടെ ലൈഫ് ഷെഡ്യൂൾ. ഇപ്പം നമ്മുടെ ചാനലിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ജോലി എടുക്കുന്നവരുണ്ട്, ഹൗസ് വൈഫ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ +2 കഴിഞ്ഞും ഡിഗ്രി കഴിഞ്ഞും LLB എൻട്രൻസിന് വേണ്ടി മാത്രം ഇരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ഓഡിയൻസ് എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന ഈ സ്റ്റഡി പ്ലാന് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സാഹചര്യങ്ങൾക്ക് എന്ത് ചെയ്യുക, മോഡിഫൈ ചെയ്തെടുക്കുക. അറ്റ് ദ എൻഡ് പഠിച്ചാൽ മതി, അത്രയല്ലേ ഉള്ളൂ. നമ്മുടെ ആ ഒരു ആവശ്യം മീറ്റ് ചെയ്യണം അല്ലേ. നമ്മൾ സ്റ്റഡി ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഈ എക്സാം ക്രാക്ക് ചെയ്ത് നല്ലൊരു ഗവൺമെൻറ് കോളേജിൽ മെറിറ്റ് സീറ്റ് നേടണം, അത്രയേ ഉള്ളൂ. അതാണ് എൻഡ് റിസൾട്ട്. അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ചാനലിലൂടെ നമ്മൾ തരും. നമ്മൾ അതിന് വേണ്ട എന്ത് ചെയ്യുക, അഡ്വൈസസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുമുണ്ട്, ഇനി കൊടുക്കുകയും ചെയ്യും. ഇനി എത്ര വേണം നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റഡി പ്ലാൻ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ സ്റ്റഡി പ്ലാൻ ഒരു ദിവസം എത്ര നേരം സ്പെൻഡ് ചെയ്യണം സാർ, എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യണം, അങ്ങനെ എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യുക എന്നുള്ള കറക്റ്റ് കണക്കൊന്നുമില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ക്വാണ്ടിറ്റിയിലല്ല കാര്യം, ക്വാളിറ്റിയിലെ കാര്യം. ഇപ്പം നിങ്ങൾ 2 മണിക്കൂറേ ഇരിക്കുന്നുള്ളൂ, ബട്ട് ആ 2 മണിക്കൂർ എന്ത് ചെയ്യണം, അത്ര അടിപൊളിയായിരിക്കും. ആ 2 മണിക്കൂറിൽ 1 മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യരുത് നിങ്ങൾ. ഓക്കെ, നിങ്ങളിപ്പോൾ ഇനിയിപ്പോൾ 4 മണിക്കൂർ ഇരിക്കുന്നുണ്ട്, വെരി ഗുഡ്, വെൽ ആൻഡ് ഗുഡ്. മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യണം, അത്രയേ ഉള്ളൂ. നമ്മൾ എത്ര നേരം ഇരിക്കുന്നതെന്നല്ല കാര്യം, നമ്മൾ ഇരിക്കുന്ന സമയം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ 2 മണിക്കൂർ ഇരിക്കുന്നു, 1.5 മണിക്കൂർ അമ്മയുടെ ഒപ്പം അടുക്കളയിൽ, ബാക്കി അരമണിക്കൂർ ബുക്കിനുമില്ല. അങ്ങനെയാണെങ്കിൽ കാര്യം നടക്കില്ല. ഓക്കെ, ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. ഓക്കെ, സോ ഫോക്കസ് ഓൺ ക്വാളിറ്റി നോട്ട് ക്വാണ്ടിറ്റി. അപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സമയം എന്താണോ അത് കൃത്യമായിട്ട് മാക്സിമം ടു ദി എൻഡ് യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ യൂട്ടിലൈസ് ചെയ്താൽ മാത്രമാണ് ഈ സാധനം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ പിള്ളേരും നല്ല കഷ്ടപ്പെട്ട് കനിഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നല്ല കോമ്പറ്റീഷനാണ്. ഓക്കെ, നല്ല കോമ്പറ്റീഷനാണ്. അപ്പോൾ ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമാണ് ഒരു ഗവൺമെൻറ് മെറിറ്റിലേക്ക് നിങ്ങൾക്ക് അറിയാം. ഇനിയിപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് കോളേജൊക്കെയാണ് നോക്കുന്നതല്ല, ഇപ്പോൾ എനിക്കറിയാം, എനിക്ക് എവിടെയെങ്കിലും പഠിച്ചാൽ മതി, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, നിങ്ങളുടേതായ രീതിയിൽ പോവാം. നമ്മൾ നെവർ സെറ്റിൽ ഫോർ ലെസ്, ആ ഒരു മൈൻഡ് സെറ്റാണ്. ഓക്കെ, പഠിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് പഠിക്കാം അല്ലേ. പഠിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത്, അത് മെറിറ്റിൽ തന്നെ പഠിക്കുക, ഒരു പൈസ ചിലവും ഇല്ലാണ്ട്, വീട്ടുകാരെ ഒന്നും പൈസ മുടക്കാണ്ട് ഇല്ലേ, നല്ല അന്തസ്സായിട്ട് മെറിറ്റിൽ ഗവൺമെൻറ് ചിലവിൽ പഠിക്കാം. അതിൻ്റെ പ്രിവിലേജ് വേറെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഒരു ദിവസം എത്ര ടൈംസ്, ഇപ്പം ഞാൻ പറഞ്ഞ ഒരു മിനിമം, ഇപ്പം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഹൗസ് വൈഫ്സ് ഉണ്ട്, പഠിക്കുന്ന പിള്ളേർ, ജോലി ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഒരു മിനിമം ഒരു 4.5 മണിക്കൂർ നിങ്ങൾക്ക് ഒരു ദിവസം മാറ്റി വയ്ക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ അത്രയും ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ടൈമിലേക്ക് എന്ത് ചെയ്യുക, മാറ്റി ഇംപ്രവൈസ് ചെയ്തെടുക്കുക. ഞാൻ പറയുന്ന ഒരു 4.5 മണിക്കൂർ. ഓക്കെ, മിനിമം ഞാൻ പറയുന്നത് ഇത്രയേ സ്പെൻഡ് ചെയ്യാവുന്നുള്ള പറയണത്. നിങ്ങൾക്ക് മാക്സിമം എത്ര വേണേലും നിങ്ങൾ സ്പെൻഡ് ചെയ്യാം, എത്ര ടൈം വേണം, നിങ്ങൾ എത്രത്തോളം ടൈം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഗുണം കിട്ടുള്ളൂ, അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഒരു മിനിമം കണക്ക് ഞാൻ പറയാം, ഒരു 4.5 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനു വേണ്ടി മാറ്റി. ഈ 4.5 മണിക്കൂർ ഞാൻ ഡിവൈഡ് ചെയ്ത് തരാം. അപ്പോൾ ഡെയിലി ഒരു 4.5 മണിക്കൂർ ഇല്ലേ, അത് ഡീലല്ലേ, 4.5 മണിക്കൂറൊക്കെ പറ്റും.
4 മണിക്കൂറൊക്കെ നമുക്ക് കിട്ടും ഇല്ലേ? ഉറക്കമൊക്കെ കുറച്ച് കുറയ്ക്കും. ഒരു 4 മാസത്തേക്കല്ലേ, 4 മാസം കഴിഞ്ഞ് നമുക്ക് ആവശ്യോളം കിടന്നുറങ്ങാൻ നമുക്ക് ഇല്ല, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഒരു 4.5 മണിക്കൂറിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ലീഗലിൽ നിന്നാണ്, 42 ചോദ്യങ്ങൾ. അപ്പോൾ ലീഗലിന് ഏറ്റവും കൂടുതൽ അപ്പോൾ 4.5 മണിക്കൂറിൽ ഒരു 1.5 മണിക്കൂർ നിങ്ങൾ ലീഗലിന് വേണ്ടി മാറ്റി വയ്ക്കാം. ലീഗൽ സബ്ജക്ട്സ് പഠിക്കാനും ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നമുക്കറിയാം ലീഗൽ സബ്ജക്ട്സിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ട് ഏതൊക്കെ ലീഗൽ സബ്ജക്ട്സ് നോക്കണം, അപ്പോൾ അത് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ലീഗൽ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏറ്റവും സ്ട്രെസ് കൊടുക്കാൻ അടുത്ത മെയിൻ സബ്ജക്റ്റ് ഏതാ? ഇംഗ്ലീഷ്. ഇംഗ്ലീഷിന് ഒരു 1 hour സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലേ നിങ്ങൾക്ക്? ഒരു ബുദ്ധിമുട്ടില്ല, ഇംഗ്ലീഷിന് 1 hour സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക്. പിന്നെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. GK ആൻഡ് കറണ്ട് അഫയേഴ്സിനൊരു എന്ത് ചെയ്യാൻ പറ്റും? ഒരു 1/2 മണിക്കൂർ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, ഈ 1/2 മണിക്കൂർ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? നിങ്ങൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ, അതുമായി പിന്നെ അതുപോലെ തന്നെ പത്രം വായിക്കണം, പത്രം വായിച്ച് കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ GK ബന്ധപ്പെട്ടുള്ള ഫാക്ടർ. ഇപ്പോൾ GK പഠിക്കാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ക്ലാസിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് സുഖമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് GK പഠിക്കാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു 1/2 മണിക്കൂർ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പഠിക്കാം. ഡെയിലി GK എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് പോകണം. ഞാൻ പറഞ്ഞൊരു ഈ വർഷം ജാനുവരി മുതൽ ഒരു ഓഗസ്റ്റ് വരെ അല്ലെങ്കിൽ ഒരു ജൂലൈ വരെയുള്ള കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് അത് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. പിന്നെ മാത്സ് ആൻഡ് ലോജിക്കൽ റീസണിങ്, അതിനൊരു 1/2 മണിക്കൂർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റി വയ്ക്കാൻ പറ്റില്ലേ? പറ്റും. അപ്പോൾ ലീഗലിന് 1.5 മണിക്കൂർ, ഇംഗ്ലീഷിന് 1 മണിക്കൂർ, GK ആൻഡ് കറണ്ട് അഫയേഴ്സിന് ഒരു 30 മിനിറ്റ്, മാത്സ് ആൻഡ് ലോജിക്കലിന് ഒരു 30 മിനിറ്റ്. ഓക്കെ, ഇത്ര സബ്ജക്ട്സിന് വേണ്ടി നിങ്ങൾ ഇത്രയും സമയം മാറ്റി വെക്കുക. ഇനി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ അത്രയും നല്ലത് ഞാൻ പറയാം. മിനിമം കണക്കാണ് ഞാൻ പറഞ്ഞത്. ഇനി പഠിക്കുന്നതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് റിവിഷൻ. കോമ്പറ്റിറ്റീവ് എക്സാമിന് റിവിഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സാർ പഠിച്ചതല്ല സാർ, മറന്നു പോവാണ് സാർ, ടെൻഷൻ ആവുക സാർ, പഠിച്ചൊന്നും മൈൻഡിൽ നിൽക്കില്ല. യു മസ്റ്റ് ഡു റിവിഷൻ. റിവിഷൻ ചെയ്യണം. റിവിഷൻ ഡെയിലി ബേസിൽ ചെയ്യണം, വീക്ക്ലി ബേസ് ചെയ്യണം, മന്ത്ലി ബേസ് ചെയ്യണം. ഈ 3 ലെവലിൽ നിങ്ങൾ റിവൈസ് ചെയ്യണം. ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു കഴിഞ്ഞു കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? അന്ന് പഠിച്ചത് എന്തൊക്കെയാണെന്നുള്ളത് റിവൈസ് ചെയ്ത് കിടക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തൊട്ടടുത്ത ദിവസം എണ്ണീക്കുമ്പോഴും തലേ ദിവസം എന്താണ് പഠിച്ചത് അപ്പോഴും റിവൈസ് ചെയ്യണം. റിവിഷൻ ഈസ് എ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. പ്രത്യേകിച്ച് കോമ്പറ്റിറ്റീവ് എക്സാമിന് ഡിസൈറബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ റിവിഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ റിവിഷന് വേണ്ടി ഒരു 1/2 മണിക്കൂർ നിങ്ങൾ മാറ്റി വയ്ക്കണം, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതൊരു സൈക്കിൾ പോലെയാണ്, സ്റ്റഡി റിവിഷൻ ഇത് സൈക്കിൾ പോലെ നടക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സബ്ജക്റ്റ് പഠിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ആ പഠിച്ച സബ്ജക്റ്റിൽ ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. MCQs നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, നമ്മൾ MCQ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലീഗൽ T20 സീരീസ് നമ്മുടെ ചാനലിലുണ്ട്. നമ്മൾ ഇതേപോലെ ലീഗൽ T10 സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എക്സ്ക്ലൂസീവ്ലി ഫോർ LLB ആസ്പിരൻസിന് വേണ്ടി നമ്മൾ T10 സീരീസ് തുടങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് വേണ്ടി ഒരു 1/2 മണിക്കൂർ നിങ്ങൾ മാറ്റി വയ്ക്കണം. അപ്പോൾ ഒരു 30 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇരുന്നിട്ട് നിങ്ങൾ പഠിച്ച ഭാഗം എന്നുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ സ്റ്റഡി കംപ്ലീറ്റ് ആവുള്ളൂ. സബ്ജക്റ്റ് പഠിച്ചുകൊണ്ട് എക്സാമിന് പെർഫോം ചെയ്യണമെന്നില്ല. സബ്ജക്റ്റ് സ്റ്റഡി, റിവിഷൻ, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്. ഇതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ നടക്കണം. ഓക്കെ, ഇനി നമുക്ക് ഒരു വീക്ക്ലി സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഒരു വീക്കിൽ നമുക്കൊരു ചിലവർക്ക് മന്ത്ലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ ചിലവർക്ക് ഇപ്പോൾ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ ചിലവർക്ക് 5 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഉണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് പോലെ. ഞാനൊരു വീക്ക്ലി സ്റ്റഡി പ്ലാൻ തുടങ്ങി 26-ാം തീയതി ഏപ്രിൽ 26 മുതൽ, അതായത് ഇന്ന് മുതൽ മെയ് 3 വരെ ഒക്കെ ഒരു വീക്ക്ലി സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരാം. മെയ് 3 വരെയുള്ളവരെ ഇന്ന് 26-ാം തീയതി മുതൽ മെയ് 3 വരെയുള്ള ഒരു സ്റ്റഡി പ്ലാൻ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഞാൻ തരാം. ഓക്കെ, ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പ്രിഫറബിൾ ആണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തു. ഇനി അതല്ല, ബെറ്റർ ആയിട്ടുള്ള നിങ്ങൾക്ക് സെറ്റായിട്ടുള്ള വേറെ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്തു, അതിനൊന്നും പ്രശ്നങ്ങളില്ല. ഞാൻ പറഞ്ഞില്ലേ, അറ്റ് ദ എൻഡ് നമ്മുടെ റിസൾട്ടാണ് മെയിനായിട്ടുള്ള കാര്യം. റിസൾട്ട് അനുകൂലമായി കിട്ടുന്ന എന്ത് മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മുടെ കുട്ടികൾ നമ്മളിപ്പോൾ ഒരുപാട് പേർക്ക് എങ്ങനെ പഠിക്കേണ്ടത് എന്നൊക്കെ ഉള്ളൊരു പ്രത്യേകിച്ച് +2 കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഫസ്റ്റ് ടൈമാണ് എൻട്രൻസിന്, അവർക്ക് എന്താണെന്നുള്ളൊരു ബുദ്ധിമുട്ടുകളുണ്ട്, എങ്ങനെ ഇത് ടാക്കിൾ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരുപാട്, അവർക്ക് വേണ്ടിയാണ് എക്സ്ക്ലൂസീവ്ലി ഇത്. അപ്പോൾ 26 ഏപ്രിൽ മുതൽ മെയ് 3 വരെയുള്ള ഒരു ഫസ്റ്റ് വീക്ക് ടൈം ടേബിൾ, ഒരു വീക്ക്ലി ടൈം ടേബിൾ. ഓക്കെ, അതിൽ നിങ്ങൾ ലീഗൽ ടോപ്പിക്സ്, അപ്പോൾ ഈ ഒരാഴ്ച 26 മുതൽ മെയ് 3 വരെയുള്ള ആഴ്ചയിൽ ദിവസത്തിൽ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ലീഗൽ ടോപ്പിക്സ് ഞാൻ നിങ്ങൾക്ക് തരാം. ആദ്യത്തെ ലീഗൽ ടേംസ് ആൻഡ് മാക്സിംസ്. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ABCD അറിഞ്ഞിരിക്കണം, മലയാളം പഠിക്കണമെങ്കിൽ അക്ഷരമാല അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ലോ പഠിക്കുന്നതിനും ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ലീഗൽ ടേംസ് ആൻഡ് മാക്സിംസ്. ലീഗൽ ടേംസ് ആൻഡ് മാക്സിംസ് പഠിച്ചതിന് ശേഷം മാത്രമേ ലോ സബ്ജക്ട്സ് നിങ്ങൾ പഠിക്കാൻ പാടുള്ളൂ, എന്നാലേ നിങ്ങൾക്ക് ലോ സബ്ജക്ട്സ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ അപ്പോൾ ഈ ഒരു 26 മുതൽ മെയ് 3 വരെയുള്ള ആ സെറ്റ്, ആ വീക്കെൻഡ് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ ലീഗൽ ടേംസ് ആൻഡ് മാക്സിംസ് നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുക. പിന്നെ അതുപോലെ ഇമ്പോർട്ടൻറ്റ് ആക്ട്, അതിൻ്റെ ഫുൾ ഫോം. നമ്മുടെ നോർമലി നമ്മുടെ ചോദ്യ പേപ്പറിൽ കാണാറുണ്ട്. ഇപ്പോൾ പോക്സോ ആക്ടിൻ്റെ ഫുൾ ഫോം എന്താ, പോട്ട ആക്ടിൻ്റെ ഫുൾ ഫോം എന്താ. ഓക്കെ, അതുപോലെ കുറേ ഇമ്പോർട്ടൻ്റ് ആയ നിയമങ്ങളുണ്ട്, അതിൻ്റെ ഫുൾ ഫോംസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക.
ഓക്കെ. ഇപ്പോൾ സർഫേസി ആക്ട് അതിൻ്റെ ഫുൾ ഫോം എന്താ, അങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള നിങ്ങളിപ്പോൾ ഒരു നോട്ട് ശേഖരിക്കുക, നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ആക്റ്റുകൾ അതിൻ്റെ ഫുൾ ഫോംസ് എന്ത് നിങ്ങൾ എഴുതി വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 1 വീക്ക് ടൈം ഉണ്ട്, നിങ്ങൾക്ക് പയ്യെ ചെയ്താൽ മതി. ഇത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓരോ ദിവസം 1.5 മണിക്കൂറാണ് നിങ്ങൾക്ക് ലീഗലിന് വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കുന്നത്. ഇത് 1 വീക്കിലേക്ക് ഞാൻ ഈ ഒരു 3 ചെറിയ ടോപ്പിക്കുകളാണ് ഞാൻ തരുന്നത്. ഓക്കെ. 3ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾക്ക് 1 വീക്ക് ടൈം ഉണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1 വീക്ക് കൊണ്ട് തീരില്ലെന്ന് എനിക്കറിയാം. ബട്ട് നിങ്ങൾക്ക് പറ്റുന്ന അത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. ഓക്കെ. അപ്പം ഏറ്റവും ആദ്യം പഠിക്കുന്ന ലീഗൽ ടേംസ് ആൻഡ് മാക്സിംസ്, അത് കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് അതിൻ്റെ ഫുൾ ഫോമും, പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട GK ടോപ്പിക്സ് ഞാൻ പറഞ്ഞു. GK ടോപ്പിക്സ് ഈ ഒരാഴ്ച 26 മുതൽ മെയ് 3 വരെ ദിവസങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ, പ്രധാനപ്പെട്ട ഡേറ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫോക്കസ്. ഇപ്പോൾ വേൾഡ് എയ്ഡ്സ് ഡേ എന്ന, വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ എന്ന, അതൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യാം. അതെന്നാന്നുള്ള ഒരു നോട്ട് ഉണ്ടാക്കി നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ യുണൈറ്റഡ് നേഷൻസ് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ നമ്മുടെ ചോദ്യ പേപ്പറിൽ നിന്ന് കാണാൻ പറ്റും. കഴിഞ്ഞ 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, സ്ഥിരമായിട്ട് യുണൈറ്റഡ് നേഷൻസ് ചോദ്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ യുണൈറ്റഡ് നേഷൻസും അതിൻ്റെ ജുഡീഷ്യൽ ബോഡി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഈ ഒരാഴ്ച നിങ്ങൾ അതൊക്കെ മെയിനായിട്ട് നോക്കുക. പിന്നെ ഇമ്പോർട്ടൻറ്റ് അബ്രീവേഷൻസ്, സിമ്മിൻ്റെ ഫുൾ ഫോം എന്താ, GPS-ൻ്റെ ഫുൾ ഫോം എന്താ, അതുപോലെ കുറേ അബ്രീവേഷൻ, ഒരു 100 കണക്കിന് അബ്രീവേഷൻസ്. പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ ഇന്ത്യൻ സ്റ്റേറ്റ്സ്, യൂണിയൻ ടെറിട്ടറീസ്, അതിൻ്റെ ക്യാപിറ്റൽസ്, അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ലേ. ഇന്ത്യയിൽ ഒരുപാട് 28 സ്റ്റേറ്റ്സിൻ്റെ അതിൻ്റെ ക്യാപിറ്റൽസ് നിങ്ങൾക്ക് പഠിക്കുക. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ്, ഒരു 7 സ്റ്റേറ്റ്സിന് അതിൻ്റെ ക്യാപിറ്റൽസ് ആണ് സ്ഥിരമായിട്ട് ചോദിക്കാറ്. ആ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് അതിൻ്റെ ക്യാപിറ്റൽസ് കൂടുതൽ ഫോക്കസ് വെക്കുക. അതുപോലെ യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്, അതിൻ്റെ ക്യാപിറ്റൽസ് പഠിക്കുക. പിന്നെ നിങ്ങൾ അടുത്ത് നോക്കേണ്ടത് കറണ്ട് അഫയേഴ്സ്, ജനുവരി 2020 കറണ്ട് അഫയർ. അപ്പോൾ ഈ വീക്ക് 26 മുതൽ മെയ് 3 വരെയുള്ള ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വർഷം ജനുവരിയിലുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുക. അതോടൊപ്പം കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ പോകണം നിങ്ങൾ. ഓക്കെ. പിന്നെ ഇംഗ്ലീഷ് ഭാഗത്ത്, അപ്പോൾ ലീഗൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ആണ് ഇംഗ്ലീഷ് ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരാഴ്ച 26 മുതൽ മെയ് 3 വരെയുള്ള ദിവസങ്ങളിൽ ബേസിക് ഗ്രാമർ പഠിക്കുക. ബേസിക് ഗ്രാമർ ഭാഗങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. വെർബ് എന്താ, അഡ്ജക്റ്റീവ് എന്താ, നൗൺ എന്താ, പ്രൊനൗൺ എന്താ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. ബേസിക് 8 പാർട്സ് ഓഫ് സ്പീച്ച് നിങ്ങൾ പഠിക്കുക. പിന്നെ പ്രിപ്പോസിഷൻസ് നിങ്ങൾ പഠിക്കുക. പ്രിപ്പോസിഷൻ ചോദ്യങ്ങൾ ഒരു 4 ചോദ്യങ്ങൾ എല്ലാ വർഷം വരാറുണ്ട്. പ്രിപ്പോസിഷൻസ് പഠിക്കുക. പാസേജ് ക്വസ്റ്റ്യൻ, ചുമ്മാ കുറേ പാസേജുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പാസേജ് വായിക്കുക, ചോദ്യങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ. അപ്പോൾ 1 വീക്ക് കൊണ്ട് ഈ 3 ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ മാത്സ് ആൻഡ് ലോജിക്കൽ റീസണിങ് നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഭാഗം നിങ്ങൾ പഠിക്കുക. ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഭാഗങ്ങൾ, അതുപോലെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഭാഗങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ലീഗൽ നോക്കി, GK നോക്കി, ഇംഗ്ലീഷ് നോക്കി, മാത്സ് ആൻഡ് ലോജിക്കൽ റീസണിങ്. അപ്പോൾ 26 മുതൽ മെയ് 3 വരെ. ഇനി 26 മുതൽ മെയ് 2 വരെ പറയുന്ന ആക്ടിവിറ്റിയാണ് നിങ്ങൾ. ഇപ്പോൾ മെയ് 2-നുള്ളിൽ തീരുന്നില്ലെങ്കിൽ മെയ് 3 വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. മെയ് 3 നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു മോഡൽ എക്സാം പ്രാക്ടീസ് ചെയ്യുക. മെയ് 3 എന്താ ചെയ്യുക, നിങ്ങൾ പ്രീവിയസ് ഇയർ ഏതെങ്കിലും ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് നിങ്ങൾ ടൈമൊക്കെ സെറ്റ് ചെയ്ത് ഒരു എക്സാം മൂഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 200 ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ, മുന്നത്തെ വർഷം 200 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. കഴിഞ്ഞ വർഷമാണ് 120 ഉള്ളത്. അപ്പോൾ 200 മാർക്കിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ. ടൈം സെറ്റ് ചെയ്യുക, ഒരു 2 hour ടൈം സെറ്റ് ചെയ്യുക. കറക്റ്റ് ഒരു എക്സാം മൂഡിൽ ബുക്സൊക്കെ ക്ലോസ് ചെയ്ത് ഫോണൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം സെറ്റ് ചെയ്ത് നിങ്ങളൊരു ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ ഒരാഴ്ച വരുന്ന ചോദ്യങ്ങൾ ആ ചോദ്യ പേപ്പറിൽ ഉണ്ടാവില്ലേ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, അത് ആൻസർ ചെയ്താൽ മതി. ചിലപ്പോൾ ചില ചോദ്യങ്ങൾ അറിയുണ്ടാവില്ല, കാരണം നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങൾ പഠിച്ച് തുടങ്ങിയിട്ടുള്ളൂ. അറിയുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്യുക, ബാക്കിയുള്ളത് ലീവ് ചെയ്യുക. എന്തായാലും ഈ ആഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ച പഠിക്കുമ്പോൾ ചിലപ്പോൾ ആ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ മെയ് 3 എന്ന് പറഞ്ഞാൽ മോഡൽ എക്സാം ഡേ. അന്ന് നിങ്ങളൊരു പേപ്പറിൽ നിന്ന്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഒരു എന്താ പറയുക, കറക്റ്റ് ഒരു എക്സാം മൂഡിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് തെറ്റിയ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക. അങ്ങനെ വേണം എന്ത് ചെയ്യുക നിങ്ങൾ. അപ്പോൾ ഇതൊരു 1 വീക്ക് സ്റ്റഡി പ്ലാൻ അല്ലേ, കോമ്പാക്റ്റ് ആയിട്ട് പാക്ഡ് ആയിട്ടുള്ള ഒരു 1 വീക്ക്. ഓക്കെ. ഇത് ഈ ആഴ്ച ഞാൻ പാക്ഡ് ഒന്നും ആക്കിയിട്ടില്ല, കുറച്ച് റിലാക്സേഷൻ ആയിട്ടുള്ള ഒരു പീരീഡാണ്. ഇനി അങ്ങോട്ട് വരുമ്പോൾ ഞാൻ കുറച്ചും ഞാൻ പാക്ഡ് ആക്കി ഞാൻ തരാം. അപ്പോൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫോളോ അപ്പ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റേ അപ്ഡേറ്റഡ് ടു ദ ചാനൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൺവേ ചെയ്യുന്നത്. വേറെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് സപ്പോർട്ടാണ് മെയിൻ. നിങ്ങൾ കണ്ടന്റ് ഹെൽപ്ഫുള്ളായി ഉറപ്പ് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു.